സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച സംഭവങ്ങളിൽ ഒന്നായിരുന്നു പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ്. 2 ആഡംബര കാറുകൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതിലൂടെ സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായെന്ന കേസിൽ സുരേഷ് ഗോപിക്ക് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന താരത്തിന്റെ ഹർജികൾ എറണാകുളം ACJM കോടതി തള്ളി. കേസിന്റെ വിചാരണ നടപടികൾ മെയ് 28-ന് ആരംഭിക്കും. വർഷങ്ങളിൽ 2 ആഡംബര കാറുകളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിലൂടെ സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയ കേസിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയായിരുന്നു. വാഹനം രജിസ്റ്റർ ചെയ്ത പുതുച്ചേരിയിലെ വിലാസവും വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജി എറണാകുളം ACJM കോടതി തള്ളി. നടൻ വിചാരണ നടപടികൾ നേരിടണമെന്നും കോടതി പറഞ്ഞു. കേസിന്റെ വിചാരണ നടപടികൾ മെയ് 28-ന് ആരംഭിക്കും. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നുവെന്ന വ്യാജവിലാസമുണ്ടാക്കിയാണ് വാഹനങ്ങൾ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തതെന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കേസിൽ നിർണായകമായി. സുരേഷ് ഗോപി കേസിൽ ജാമ്യം നേടിയിരുന്നു. രാജ്യസഭ MP ആയിരുന്ന കാലത്ത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത വാഹനമായിരുന്നു സുരേഷ് ഗോപി ഉപയോഗിച്ചിരുന്നത്. ന്യൂസ് 18 കൊച്ചി.